കണ്ണൂരിൽ നടക്കുന്ന CPIM 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ നടക്കുന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ കലാജാഥയാണ് പ്രബുദ്ധരായ നിങ്ങൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു നാടകം കളിക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ, നേരിന്റെ അറിവുകളെ ഈ നാടകത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നാടകത്തിന്റെ പേര് ചെങ്കതിർ. റെക്കോർഡിംഗ് JM പ്രസാദ്, പുറക്കാട്. സഹസംവിധാനം അനിൽ ചെങ്ങന്നൂർ. നാടകരചനയും സംവിധാനവും രവിപ്രസാദ്. എടി അറിയാമേ, എടി പെണ്ണെ മടിച്ചിരിക്കാണ്ട് അങ്ങോട്ട് പണിയെടുക്കും പെണ്ണെ. ഒന്നാമത് നമ്മൾ തൊഴിലുറപ്പുകാര് മടിച്ചുകളാണെന്ന് ആൾക്കാര് പറയണേ. എടി ഓമനേ, എടി പെണ്ണെ അങ്ങോട്ട് കിടന്നുറങ്ങാതെ മര്യാദക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പണിയെടുക്കാൻ. എന്തോ കാടായത്. വെട്ടിയാലും അങ്ങോട്ട് തീരത്തില്ല. എന്തായാലും നമ്മുടെ സർക്കാർ വന്നേ പിന്നെ മുമ്പുണ്ടായിരുന്ന മടിയൊക്കെ അങ്ങ് മാറി. തൊഴിലുറപ്പുകാരുടെയും കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം വന്നിട്ടുണ്ട്. എന്തായാലും നാടൊന്ന് ഉണർന്നിട്ടുണ്ട്. ഒത്തിരി സമരം ചെയ്തും ജയിലിൽ കടന്നും തല്ലുവാങ്ങിയ അനുഭവം ഉള്ളവരാ കമ്മ്യൂണിസ്റ്റുകാര്. പിണറായി വിജയൻ സഖാവിന്റെ ചരിത്രം ആ സഖാവ് സജീവം പറഞ്ഞപ്പോ നമ്മടെ കണ്ണ് നിറഞ്ഞു പോയി റബ്ബേ. കതിയമ്മേ, ഇങ്ങോട്ട് നോക്കിക്കേ. അവൻ ഇറങ്ങി വരുന്നുണ്ട്. ആ വായി നോക്കി. അവന്റെ നോട്ടം കണ്ടില്ലയോ? പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സൗകര്യവും തരത്തില്ല. ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ കാലമാട് അവനിങ്ങ് വരട്ടെ. ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അവന്. അയ്യടിയേ, പണിയെടുക്കാൻ കണ്ട ഇടവേതായാലും കൊള്ളാം. ഈ കാടും പടലും എല്ലാം വെട്ടിത്തെളിച്ച് എന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. നീ പോടാ കൊച്ചനെ. നിന്റെ ഉദ്ദേശം മനസ്സിലായി. നിന്റെ വീട്ടിൽ കക്കൂസില്ലയോടാ? അടങ്ങണ പോയി സാധിക്കരുതോ നിനക്ക്? രാവിലെ ബീഡിയും കത്തിച്ചോണ്ട് അങ്ങ് ഇറങ്ങിക്കോളും. പോടാ, കയ്യിൽ അരിവാളായിരിക്കണേ. എടാ പോനാ പറഞ്ഞേ. ഈ അരിവാക്കൊരു കോത് വെച്ച് തന്നാലുണ്ടല്ലോ. പോയേ നീയൊക്കെ. ഇവനല്ലയോ കള്ളുകൂട്ട് ചെയ്യാൻ ബൂത്തിൽ വന്നിട്ട് പോലീസിനെ കണ്ടോണ്ട് ഓടിയത്. കതറ് വിട്ടോണ്ട് കോൺഗ്രസുകാരുടെ പുറകെ പോസ്റ്റർ മുട്ടിച്ചോണ്ട് നടക്കുവാ. അവര് കൊടുക്കുന്ന വെള്ളവും മോത്തിക്കൊണ്ട്. അവൻ അങ്ങനെയൊന്നും ഇല്ല എന്റെ കത്രീനെ. ചിലപ്പോ കതറ് വിട്ടോണ്ട് കോൺഗ്രസുകാരുടെ കൂടെ പോകും, ചിലപ്പോ കാവ്യം കൊടുത്ത് BJP-ക്കാരുടെ കൂടെ പോകും. അവിടുന്ന് എഴുന്നേറ്റ് പോടാ. അയ്യോടാ, ഈ കിണറ്റുകരെ കിടന്ന തൊട്ടിയും കയറും എവിടെ പോയി? ഓ, ദാഹിക്കുന്നല്ലോ. അതെങ്ങനാ? പൊതുക്കിണറല്ലേ, ആരെങ്കിലും ഒക്കെ എടുത്തു മാറ്റിക്കാണും. നമ്മുടെ സർക്കാര് ഈ മലനാട്ടില് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നപ്പോ ഇപ്പൊ കിണറൊന്നും ആർക്കും വേണ്ട. എന്റെ റബ്ബേ, നമ്മള് കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ആ ചാണ്ടി ഭരിച്ചിരുന്ന കാലമല്ലേ. ഇപ്പൊ ചാണ്ടിയും പോയി, തൊമ്മനും പോയി. ആഹാ, തൊട്ടിയും കയറും ആരോ കിണറ്റിലിട്ടിരിക്കുന്നല്ലോ. അല്ലാണ്ട് ആരാ? ഈ കിണറ്റിലെന്തോ കിടക്കുന്നല്ലോ. കിണറ്റിലോ? അങ്ങോട്ട് നോക്കിയേ. ഒന്നും കാണുന്നില്ലല്ലോ. മൊത്തം കാട് പിടിച്ച് കിടക്കുമല്ലയോ? പെണ്ണുമ്പിള്ളേ, ഇങ്ങോട്ട് മാറി നിന്ന് നോക്ക്. ഒരു മനുഷ്യനാണല്ലോ. ചത്തു കിടക്കുവാന്ന് തോന്നുന്നു. പ്രേതമാണ്. അയ്യോ, കിണറ്റിൽ ശവം കിടക്കുന്നേ. അയ്യോ, കിണറ്റി പ്രേതം കിടക്കുന്നേ. അങ്ങോട്ടും നോക്കിക്കേ. കിണറ്റിന് അണ്ട സൈഡിലോട്ട് താഴോട്ടും നോക്കിക്കേ. കാണാം. ആള് ചത്തിട്ടില്ലെന്നാ തോന്നുന്നേ. അത് നിനക്കെങ്ങനെ അറിയാം? അരഞ്ഞാണത്തെ പിടിച്ച് രക്ഷപ്പെട്ട് കിടക്കുവാ. അതെങ്ങനാടാ? അരിഞ്ഞാണത്തെ പിടിച്ചാൽ എങ്ങനാടാ കരുത രക്ഷപ്പെടുന്നേ? ഓ, ഈ അരേക്കെട്ടെന്ന് അരിഞ്ഞാണോ അല്ലടാ, കിണറ്റിലെ അരഞ്ഞാണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കിണറ്റിലോട്ട് ഇറങ്ങാം. വേണ്ട. വയ്യാത്ത കോരഞ്ചേട്ടൻ ഇറങ്ങിയാലേ
2 പ്രേതത്തെ കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് പുറത്തെടുക്കേണ്ടി വരും. വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങിയിട്ട് കിണറ്റിന്ന് കയറിങ്ങോട്ട് എറിഞ്ഞതാടാ. അതേലാ കുടുക്കിട്ട് അയാളെ ഇങ്ങോട്ട് പൊക്കി വിട്, ഞങ്ങൾ വലിച്ചു കയറ്റിക്കൊള്ളാം. അയാൾ വെള്ള കതറാ ഉടുത്തിരിക്കുന്നത്. നാണപ്പോ സൂക്ഷിച്ചോണേ, കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു. ചിലപ്പം നിന്റെ കാലെ പിടിച്ച് താഴോട്ട് താഴ്ത്തും. ഗ്രൂപ്പ് കളിച്ച് വരുന്നവനല്ലയോ, താഴ്ത്താതെ ഇരിക്കുകയല്ല. നമുക്ക് വേഗം ഇയാളെ ആസ്പത്രിയിൽ എത്തിക്കാം. എന്തിനാ? ഞങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ മോർച്ചറിയിൽ എത്തിക്കേണ്ടി വന്നേനെ. അതായിരുന്നു നല്ലത്. അതിന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അപ്പോ ചാകാനെ കൊണ്ട് ചാടിയതാ? എനിക്കിനി ജീവിക്കണ്ട. ആട്ടെ, താൻ ആരാ? ഇവിടങ്ങ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കതറ് കണ്ടിട്ട് ഒരു കോൺഗ്രസ്സുകാരന്റെ ലക്ഷണമുണ്ട്. അതെ, ഞാൻ കറ തീരുന്ന കോൺഗ്രസ്സുകാരൻ തന്നെ. അതിനെന്താ? കൈപ്പത്തി കാണിച്ചേ. ചെളിയുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരനാ. ആട്ടെ, എന്താണ് മരണകാരണം? മരണകാരണം അല്ലടാ മത്തായി, മരിക്കാൻ ഉദ്ദേശിച്ച കാരണം. കണ്ടിട്ട് പ്രേമനൈരാശ്യമാണെന്ന് തോന്നുന്നു. അതിന് ഞാൻ ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. അതിന്റെ കുഴപ്പമാ. എന്റെ പ്രശ്നം പറഞ്ഞ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ആ തുണി ഒന്ന് മാറ്റിക്കേ, തന്നെ ഞങ്ങളൊന്ന് കാണട്ടെ. ഓ, ആ തുണി അല്ലടാ നാണം കിട്ടവനെ, മുഖത്തെ തുണി. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ സ്വഭാവം കാണിക്കില്ല, പറഞ്ഞേക്കാം. ഈ മുഖം ചാനലിലും പത്രത്തിലുമൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭരണം, കൈവിട്ടുപോയ ഭരണം, നഷ്ടപ്പെട്ടുപോയ കസേര. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോ. ഒരു തവണ കമ്മ്യൂണിസ്റ്റുകാര് ഭരിച്ചാൽ അടുത്ത തവണ ആരാ ഭരിക്കേണ്ടത്? ആരാ? കോൺഗ്രസ്സുകാര്. ആണോ? കോൺഗ്രസ് ആന്ന്. പക്ഷെ അത് കൈവിട്ടുപോയി. കുഞ്ഞേ, കേരളത്തിലെ ജനങ്ങൾ ബോധമുള്ളവരാ, അറിവുള്ളവരാ, അനുഭവമുള്ളവരാ. ഈ മലയോര നിവാസികളായ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാ. ഞങ്ങളുടെ മനസാക്ഷിയാ ഇടതുപക്ഷ തുടർ ഭരണം. കേന്ദ്രത്തിലോ ഒളിഞ്ഞു, അധികാരത്തിൽ കയറാൻ എന്തൊക്കെ അടവുകൾ പയറ്റി നോക്കി. കള്ളക്കഥയുണ്ടാക്കി, സ്വർണ്ണ കഥയുണ്ടാക്കി, ഈന്തപ്പഴമുണ്ടാക്കി, ശബരിമല കൊണ്ടുവന്നു. ഇപ്പോ എന്തായി? എല്ലാം ചീറ്റിപ്പോയി. കേന്ദ്രത്തിൽ നിന്നൊരു യുവനേതാവിനെ കൊണ്ടുവന്ന് കടലിൽ ചാടിച്ചു, വയനാട്ടിൽ കൊണ്ടുപോയി ട്രാക്ടർ ഓടിപ്പിച്ചു. പക്ഷേ ഉഴുതുമറിച്ചു വിത്തുവാകിയപ്പോ കിളിർത്തു വന്നത് ചെങ്കതിരുകളാ. ഇടതുപക്ഷത്തിന്റെ കുളിർമയേറിയ ചെങ്കതിരുകൾ. ആ വരുന്ന പ്രഭാകിരണം ആരാണെന്നറിയാമോ? ഇന്നാട്ടിലെ ജനങ്ങളെ കൊണ്ട് ചുവന്ന കൊടി പിടിപ്പിക്കാൻ പാടുപെടുന്ന ഞങ്ങളുടെ യുവ നേതാവ് സഖാവ് സജീവൻ. അയ്യോ, ഞാനിവിടെ നിൽക്കത്തില്ല. ഞാൻ പോവാ. ഞാൻ പോണം. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. ഈ കിണറ്റിൽ ഒരു ശവം കിടക്കുന്നു. ആ ശവം അതോ ഇല്ല ഓടിപ്പോന്നു. ഓടും. ഈ നാടിന്റെ പുരോഗതി കാണുമ്പോൾ അവൻ ഓടും. കണ്ടില്ലേ, പൊന്നു വിളയിക്കാൻ പാടത്തു പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ. പണ്ട് പണ്ട് പാടത്തും പണിശാലയിൽ ഞങ്ങൾ പാടി പട്ടിണിയുടെ തടവുകാലം നെഞ്ചു പൊട്ടി ഞങ്ങൾ പാടി
പടവിറങ്ങി പണിയെടുക്കാൻ പോകും ഞങ്ങൾ പാട്ടുപാടി. അകലെ നീക്കും അതിരുവാഴും തമ്പുരാന്റെ കഥകൾ പാടി. കുത്തകപത്രത്തിലെ കള്ളങ്ങളുടെ നേരറിയണമെങ്കിൽ ദേശാഭിമാനി വായിക്കണം, ഇല്ലേ ബാലൻചേട്ടാ? അതല്ലേ വർഷങ്ങളായിട്ട് ഞാൻ ഈ പത്രം വരുത്തുന്നത്. ഒരു ദിവസം ഇത് വായിച്ചില്ലെങ്കിൽ ഏതാണ്ടോ നഷ്ടപ്പെട്ടതുപോലെയാ. പക്ഷേ ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ എത്ര നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും കേരള ജനത സത്യാവസ്ഥ മനസ്സിലാക്കി. അതല്ലേ നമ്മുടെ പിണറായി സർക്കാർ തുടരുന്നത്. അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷക്കാര് ഗ്രൂപ്പ് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാവ്യമെടുത്ത് കാലഹരണപ്പെട്ടു പോകും. അതാണ് അവരുടെ ജനാധിപത്യ സാമൂഹ്യ പാഠം. കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് നിരക്ക് കുറയുന്നു. അത് പിന്നെ പറയണോ? നമ്മുടെ ആരോഗ്യ വകുപ്പും പോലീസുകാരും ഒക്കെ ചെയ്ത ത്യാഗങ്ങള് പറയാതിരിക്കാൻ പറ്റില്ല. നിയന്ത്രണത്തിൽ നമ്മുടെ നാടല്ലേ മികച്ചു നിന്നത്. പിന്നെ അപ്പൊ ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലേ? എടാ കോമള, കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. കരുതലിന്റെ കാര്യത്തിൽ കേരളമാണ് മാതൃക കാട്ടിയത് എന്നാണ് പറഞ്ഞത്. അതിജീവനത്തിന്റെ കാര്യത്തിലും എല്ലാം അടച്ചുപൂട്ടിയെങ്കിലും നമ്മളെ ആരെങ്കിലും പട്ടിണി കിട്ടോ? എന്തിന്? ജീവികൾക്ക് പോലും ഭക്ഷണം കൊടുത്തില്ലേ പിണറായി സർക്കാർ? ക്ഷേത്രങ്ങളിലെ കുരങ്ങുകളെ വരെ സംരക്ഷിച്ചില്ലേ? എടാ റഹീമേ, നീ ഞങ്ങളുടെ ക്ഷേത്രത്തെ തൊട്ട് കളിക്കരുത് കേട്ടോ. അത് ഞങ്ങളുടെ സ്വകാര്യ സ്വത്താ. നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മതി മതി നിർത്ത്. ഇവിടെ ജാതി മതമൊന്നും കൊണ്ടുവരണ്ട കേട്ടോ പറഞ്ഞത്. ഇത് എന്നാ ചായയാടോ? ദേ ഇതിനകത്തൊരു ഈച്ച കിടന്ന് ഡാൻസ് കളിക്കുന്നു. 10 രൂപയുടെ ചായക്കകത്ത് ഈച്ചയല്ലാണ്ട് പിന്നെ സിനിമാ നടി കിടന്ന് ഡാൻസ് കളിക്കൂടാ കോമള? ചിരിക്കണ്ട, തന്റെ ചായ എനിക്ക് വേണ്ടോ. ഓ, ഒരു ഭരണക്കാര് വന്നിരിക്കുന്നു. നോക്കിക്കോ, ഈ കേരളം ഞങ്ങളുടെ കൈപ്പിടിയിലാകും. അതായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് പോലും തുറക്കാഞ്ഞത്. ഇരിക്കണ്ട, വിവരദോഷികളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതാ ഒക്കാത്തത്. വിവരദോഷികളോട് സംസാരിക്കണം. ഇതാ ഒക്കാത്ത. ആഹാ, വരണം ടീച്ചറെ. താനെന്താ ഇവിടെ പതുങ്ങിയിരിക്കുന്നത്? പോകാൻ നോക്ക്. നടക്കട്ടെ. അയാളുണ്ടല്ലോ, അയാൾ ആള് ശരിയല്ല. എന്റെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് നിരന്തരം ഒന്ന് ശല്യം ചെയ്യുക. അതോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനോട്. ചേട്ടന്റെ മോൻ സഖാവ് സജീവൻ ഇടപെട്ടത് കൊണ്ടാണ് പിന്നെ ആ പ്രശ്നം സോൾവ് ആയത്. നാട്ടിലെ ശല്യക്കാരായിട്ട് കുറെ എണ്ണം വേണ്ടേ ടീച്ചറെ? കയ്യിൽ കുറെ ചരടും കെട്ടി കാവയും കൊടുത്ത് സിന്ദൂരം തൊട്ടിങ് ഇറങ്ങും രാവിലെ. അല്ല, ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? റഹീമല്ലേ? പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഒന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അവരെന്നെയും. സഖാവ് സജീവന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഓ, എന്തൊരു ശക്തിയാ! ടീച്ചറിന്റെ ശിഷ്യനല്ലേ? ഇന്നവൻ ഈ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനാണെന്ന് അറിയുമ്പോൾ എനിക്ക് അഭിമാനമാ ടീച്ചറെ. വളരെ ചെറുപ്പത്തിലെ ജനപ്രതിനിധിയായില്ലേ? ഇന്നവൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വലിയ സ്ഥാനമാ. എന്റെ അച്ഛനും ഒരു സഖാവായിരുന്നു. ആ പിന്നെ ഞാൻ വന്നതേ, ദേ മറ്റന്നാളെ സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണെന്ന് അറിയാമല്ലോ. അറിഞ്ഞു. പിണറായി സഖാവും വിദ്യാഭ്യാസ മന്ത്രിയും വരുന്നുണ്ടെന്നും കേട്ടു. സജീവനും മുഖ്യ പ്രാസംഗികനാ കേട്ടോ. എന്റെ വാലേട്ടാ, ഇപ്പോ സ്കൂളിലോട്ട് പോയൊന്ന് നോക്കണം. നല്ല ഹൈടെക് കെട്ടിടങ്ങള്, സ്മാർട്ട് ക്ലാസ് റൂം, പൂന്തോട്ടം, ഇഷ്ടംപോലെ ടോയ്ലറ്റ് എന്ന് വേണ്ട കുട്ടികൾക്കൊരു സ്വർഗം രാജ്യമാ. ഇടത് സർക്കാർ വന്നപ്പോ പൊതുവിദ്യാലയങ്ങളെല്ലാം പൊന്നായില്ലേ? പാഠ്യപദ്ധതിയോടെ പരിഷ്കരിച്ചപ്പോൾ കുട്ടികൾക്ക് പഠനം ഒരു പാൽപായസമാ. ഇപ്പോൾ ആണെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ഒഴുക്ക് തന്നെ പൊതുവിദ്യാലയത്തിലേക്കല്ലേ? ഇപ്പൊ ഞാൻ ഓർക്കുക, ഉടുപ്പും നിക്കറും ഒക്കെ ഇട്ട് സ്കൂൾ ബാഗും തൂക്കി സ്കൂളിലോട്ടൊന്ന് പോയാലോ എന്ന്. ഇന്നലെയോളം കണ്ട കിനാവുകൾ
ബാലൻ ചേട്ടന്റെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്താ, കൊച്ചുമകൾക്ക് അതിന് കഴിയുമല്ലോ. ശരിയാ, എന്റെ സജീവൻ ഒരു പെൺകുട്ടിയാ. 3 മാസമല്ലേ ആയുള്ളൂ. അവളൊന്ന് വളർന്ന് വരട്ടെ, അങ്ങോട്ട് അയച്ചോളാം. ആയിക്കോട്ടെ. പിന്നെ ഞാൻ വന്നതേ, ഉദ്ഘാടന ദിവസം വൈകിട്ട് ഒരു 3 മണിക്ക് കുറച്ച് ചായയും എണ്ണപ്പലഹാരവും വേണം. അത് വടയാലും കുഴപ്പമില്ല ചേട്ടാ. പിന്നെ ഞാൻ എണ്ണ ഒക്കെ പിന്നെ പറയാം കേട്ടോ. മതി, ആവശ്യത്തിന് ഞാൻ എത്തിച്ചോളാം ടീച്ചറെ. ക്ഷണിക്കാൻ താമസിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. റഹീമേ, നീ വരണം കേട്ടോ. ഏയ്, കത്തൊന്നും വേണ്ട, ഞങ്ങളങ്ങ് എത്തിക്കോളും. അപ്പൊ വരട്ടെ. ശരി ടീച്ചറെ, നേരത്തെ അങ്ങെത്താം. അപ്പോ ഞാൻ അങ്ങോട്ട് പോവുക വാലേട്ടാ. ഇന്ന് പാർട്ടി ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഗ്രന്ഥശാലയുടെയാ. ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രന്ഥശാലയും സഞ്ചരിക്കുന്ന പുസ്തക വണ്ടിയും എന്ന പരിപാടിയെക്കുറിച്ചുള്ള ആലോചനാ മീറ്റിംഗാ. സഞ്ജീവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. നല്ല കാര്യമല്ലേ ഇത്? ജനങ്ങളെ വായിക്കാൻ ശീലിപ്പിക്കാൻ വായിച്ചിട്ടുള്ളവർക്കേ കഴിയൂ. ശരി റഹീമേ. ആ, ബാലേട്ടന് കൂട്ടിന് അടുത്ത ആള് വരുന്നുണ്ട്, ചാക്കോച്ചായൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരുപാട് നാളായി ചാക്കോച്ചായനെ കണ്ടിട്ട്. ചാക്കോച്ചായോ, ഒത്തിരി നാളായല്ലോ. നിന്റെ ചായ കുടിച്ചെന്ന് പറയുമായിരിക്കും. ഓ, വയ്യാടാ ബാല. കോവിഡ് വന്നപ്പോ തുടങ്ങിയ ഒരു തളർച്ചയും കഴപ്പും. വയ്യാണ്ടി വെയിലത്ത് എന്തിനാ ഇറങ്ങിയത്? നിങ്ങളെയൊക്കെ കാണണ്ടേ? വാർദ്ധക്യ പെൻഷൻ വീട്ടിൽ കൊണ്ട് തന്നു. എന്നാ റേഷൻ കടയിൽ ഒന്ന് പോകാമെന്ന് കരുതി. ക്രിസ്തുമസ് ഇങ്ങ് അടുത്തു വന്നു. മകനും കുടുംബവും ജോലി സ്ഥലത്തുനിന്ന് വരുമായിരിക്കും അല്ലേ? വന്നു പോയതല്ലേ ഉള്ളൂ. അവൻ അവധി ഒരിക്കലേ ഉള്ളൂ. അത് ക്രിസ്തുമസിന് എടുക്കാൻ പറഞ്ഞപ്പോ അതില്ല, തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വന്നോളാമെന്ന് അവൻ പറഞ്ഞിരുന്നതാ. അവൻ വന്നു പോവുകയും ചെയ്തു. കണ്ടു, പ്രചരണത്തിനൊക്കെ ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെടുന്നതും കണ്ടു. വോട്ട് ചെയ്തേച്ച് പോവുകയും ചെയ്തു. ക്രിസ്തുമസ് എല്ലാ വർഷവും വരും. തെരഞ്ഞെടുപ്പോ പാവങ്ങളുടെ രക്ഷയ്ക്കായി വന്ന പിണറായി സർക്കാരിനെ നിലനിർത്തേണ്ടേ? പ്രളയകാലത്തും പേമാരിയിലുമൊക്കെ എന്നാ പ്രവർത്തനമായിരുന്നു. DYFI പിള്ളേരുടെ പ്രസരിപ്പും സേവനവും എല്ലാവർക്കും ഒരു ശ്രദ്ധാവിഷയമായിരുന്നു. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ കൂട്ടരെ ജയിലിൽ അടച്ച് കാടൻ മാറാം പോലീസ്. കഞ്ചാവിന്റെ പേര് പറഞ്ഞ് ഇഞ്ചിഞ്ചായി തല്ലിയില്. കഞ്ചാവിച്ചിരി കയ്യിൽ വെച്ചാൽ മർദ്ദനമെന്തിന് പോലീസ്? പോലീസ് നീതി പാലിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ആ മുമ്പേ പോകുന്നതിനെ അറിയാവോ? സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവനാ. അവന്റെ പുറകെ പോകുന്ന ആ കാവി കൊടുത്തവനെ അറിയോ? സർക്കാർ കൊടുത്ത പട്ടയഭൂമിയിലാ അവൻ ജീവിക്കുന്നത്. അതിന്റെ പുറകെ പോകുന്നവരെ കണ്ടോ? വിധവാ പെൻഷൻ വാങ്ങുന്ന മാധവമ്മയുടെ മോനാ. എന്തായാലും ഇവനെ പോലുള്ള കഞ്ചാവ് പ്രതികളെ നമ്മുടെ പോലീസ് ഇപ്പം ദിവസേന തെരുതരാ പിടിക്കുക. ഈ യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാ? അപ്പോ വരട്ടെ പോലെ. ഇവനൊക്കെ SFI DYFA പിള്ളേരെ കണ്ടു പഠിക്കണം. ക്രിസ്മസിന് ഞാനങ്ങ് വരും. അത് നിന്റെ പതിവല്ലേ? അതിനെന്റെ ക്ഷണം വേണ്ട, നിന്റെ അവകാശമാ. എന്താ മോനെ, നീ മീറ്റിംഗിലാണോ? റഹീം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നിന്റെ പെണ്ണ് വിളിച്ചപ്പോഴാ ഞാനും ഓർത്തത് നാളെ നിന്റെ പിറന്നാളാണെന്ന്. അറിയാം മോനെ? ഓ അതെ, ആഘോഷം വീട്ടിൽ വേണ്ട. ആ പണം മദർ തെരേസ പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് കൊടുക്കണം. എത്രയോ മനുഷ്യരാ ഡയാലിസിസ് ഒക്കെ ആയി അവിടെ കഴിയുന്നത്. അറിയാം മക്കളെ,
എല്ലാ ആഘോഷങ്ങളും ആഡംബരമാക്കാതെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്? ശരി ശരി മോനെ, മീറ്റിംഗ് നടക്കട്ടെ. കടയടയ്ക്കാൻ എന്തിന്? എന്തിനാണെന്ന് അറിഞ്ഞാലേ താൻ കടയടയ്ക്കുള്ളോ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ 2 പ്രവർത്തകരെ കാരണമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുക. അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് അറിയാവോ? എന്തിനാ? പോലീസിന്റെ അതിക്രമത്തിനെതിരെ എല്ലാ കടകളും ഞങ്ങൾ അടപ്പിച്ചു വരികയാ. എന്നാലേ എനിക്കറിയാം. രാവിലെ പത്രം വായിച്ചതാ ഞാൻ. മതതീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ നടന്ന അറസ്റ്റ്. കുറെ മുസ്ലിം തീവ്രവാദികളെയും സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മതനിരപേക്ഷ കേരളത്തിൽ ഇത് വിലപ്പോവില്ല. ഇത് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാ. എന്റെ മക്കള് പോ. അടിച്ച് തകർക്കടാവിന്റെ കട, അടിച്ചിടലാവിനെ, അടിച്ച് പൊളിക്കടാവിന്റെ കട, അടിച്ചിടലാവിനെ. അടുക്കരുത്. കൊല്ലടാ. എന്നെ കൊന്നിട്ട് എന്റെ നെഞ്ചിൽ ചവിട്ടിക്കേറിയേ നിനക്കൊക്കെ കടയടപ്പിക്കാൻ കഴിയൂ. കൊല്ലടാ. നിർത്ത്. ആവശ്യമില്ലാത്തൊരു പ്രകോപനം ഉണ്ടാക്കരുത്. എന്തിനേയും സംയമനത്തോടെ നേരിടണം. അതാണല്ലോ നമ്മുടെ കർത്തവ്യം. അച്ഛൻ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഇവരാവശ്യപ്പെടുന്ന കാര്യം ന്യായമാണെങ്കിൽ നമുക്ക് കടയടയ്ക്കാം. അതല്ലേ നല്ലത്? ഞങ്ങളുടെ ആവശ്യം ന്യായമാ. അച്ഛൻ പോ. ഈ ഞാനല്ലേ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, അല്പസമയം നിങ്ങൾ ക്ഷമയോടെ കേൾക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ മരച്ചൂട്ടിലിരുന്നോളൂ. ആ മരമേതെന്നറിയാമോ? നാടിനു വേണ്ടി ചോര വീഴ്ത്തിയ ധീരസഖാക്കളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ബലികുടീരങ്ങൾക്കു തണലേകുന്ന ആൽവൃക്ഷമാണ്. പ്രിയപ്പെട്ട സതീർത്ഥ്യരെ, പരസ്പരം തോളിൽ കൈയിട്ട് കശുമാവേൽ എറിഞ്ഞു വളർന്നു വന്ന സഹോദരന്മാരല്ലേ നമ്മൾ? മനുഷ്യരിൽ മതവിഷം രൂക്ഷമായപ്പോൾ നമ്മൾ അറിയാതെ അകലം പാലിച്ചു. നമ്മുടെ രാജ്യത്തെ നാം എന്തിനാണൊരു യുദ്ധക്കളമാക്കുന്നത്? NDA ഉയർത്തിക്കാട്ടുന്ന ഒരു മതാധിഷ്ഠിത ഭരണം നമുക്കാവശ്യമാണോ? മതേതരത്വ രാജ്യമല്ലേ നമ്മുടേത്? മതനിരപേക്ഷയുടെ തുരുത്തായ കേരളത്തെപ്പോലും മതഭ്രാന്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? ഉത്തരേന്ത്യയിലെ BJP ഭരണ വിപത്തുകൾ നിങ്ങൾ അറിയണം. മതത്തിന്റെ പേരിൽ നിരവധി ജീവൻ അപഹരിക്കുന്നില്ലേ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിടെ അനുസ്യൂതം തുടരുകയല്ലേ? വിദേശങ്ങൾ സന്ദർശിക്കുന്ന മോദി സ്വദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുകയല്ലേ? പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ദിവസേന വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുകയല്ലേ? നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? കേന്ദ്രഭരണം ഈ രീതിയിൽ 5 വർഷം കൂടി തുടർന്നാൽ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഒരു തുണ്ടു ഭൂമി പോലും ഇവിടെ ഉണ്ടാവില്ല. പകരം കോർപ്പറേറ്റുകൾക്ക് കീ ജയ് വിളിക്കേണ്ടി വരും. അതു വേണോ? നിങ്ങൾ ആലോചിക്ക്. ഇന്ത്യയുടെ നട്ടെല്ലായ കർഷകർക്കേറ്റ കരിനിയമങ്ങൾക്കെതിരെ 1 വർഷക്കാലം പോരാടിയ ഐതിഹാസിക കർഷക സമരം നമുക്ക് വിസ്മരിക്കാനാവൂ? സംഘടിത ശക്തിയിലൂടെ ആ സമരം വിജയിച്ചില്ലേ? പകച്ചുപോയ കേന്ദ്രഭരണം അടിയറവ് പറഞ്ഞില്ലേ? ഹിന്ദുത്വ ഭരണത്തിനായി ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം എവിടെ പോയി? മതേതരത്വ ഭാരതം സ്വപ്നം കണ്ട ഗാന്ധിജിയെയും നെഹ്റുവിനെയും അധിക്ഷേപിക്കുകയല്ലേ അഭിനവ കോൺഗ്രസ്? മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിന് ഭീഷണിയാവുകയല്ലേ? വഖഫ് സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് RSSനെ പോലെ അഴിഞ്ഞാടുകയല്ലേ?
സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമ സിൻഡിക്കേറ്റുകളിലൂടെയും 56 ഇഞ്ച് നെഞ്ചളവിൽ നിങ്ങൾ പടുത്തുയർത്തിയ നരേന്ദ്രമോദി ഭരണം തുടർന്നാൽ നാളെ ഈ രാജ്യത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ വില മാത്രമേ ഉണ്ടാവൂ. ഇനി എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. സഖാവേ, ആ ചെങ്കൊടി ഇങ്ങ് തരൂ. നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. നമ്മുടെ ദേശാഭിമാനികൾ ജീവനും ജീവിതവും സമർപ്പിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം, നവോത്ഥാന നായകന്മാർ സാധ്യമാക്കിയ സംസ്കാരം, ചരിത്ര വഴികളിലൂടെ അവ നമ്മൾ തിരിച്ചറിയുമ്പോൾ നാടിനു വേണ്ടി, നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഈ ചെങ്കൊടി കീഴിൽ അണിചേരാം. കണ്ണൂരിൽ നടക്കുന്ന CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസിന് പത്തനംതിട്ട ജില്ലയുടെ അഭിവാദ്യങ്ങൾ.